ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനിരുദ്ധൻ. ഫാക്ട് ടൗൺഷിപ്പ് ഹൈസ്കൂൾ അലൂമിനി അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. നമ്മുടെ അംഗങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള ആശയക്കുഴപ്പം അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ കോളിൽ വന്നത്. സ്മൃതിപർവം 2024 എന്ന് പറഞ്ഞ പരിപാടി, അതെല്ലാ വർഷം 2025, 26 അങ്ങനെ പോകും. ഓർമ്മകളുടെ ഓരോ അധ്യായം അങ്ങനെ തുറക്കപ്പെടുകയാണ്. സ്മൃതിപർവം പരിപാടിയിൽ ഫാക്ട് ടൗൺഷിപ്പ് ഹൈസ്കൂളിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ കുട്ടികൾക്കും പങ്കെടുക്കാം. 1960 സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത്. 63 ആദ്യ ബാച്ച് പുറത്തിറങ്ങിയത്. അപ്പോൾ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ചവർ മാത്രമല്ല, ചിലപ്പോൾ ഒരു വർഷം പഠിച്ചവരുണ്ടാവും ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ. എങ്കിലും ഫാക്ട് ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും സ്മൃതിപർവം പരിപാടിയിൽ പങ്കെടുക്കാം. അപ്പോൾ ഗൂഗിൾ ഫോം എല്ലാവരും ഫില്ല് ചെയ്ത് തരണം. അതിൻ്റെ കാരണം ഓരോരുത്തരുടെ പേരും ബാച്ചും ക്ലാസ്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡയറക്ടറി നാം പുറത്തിറക്കുന്നുണ്ട്. ആ ഡയറക്ടറിയിൽ ഉൾപ്പെടുത്താൻ അവിടെ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് തരണം എന്ന് പറയുന്നത്. ഇനി സ്മൃതിപർവം കൂടാതെ അലൂമിനി മെമ്പർഷിപ്പ്, ഈ ആശയക്കുഴപ്പമാണ്, അതൊന്ന് പറയാം. അലൂമിനി മെമ്പർഷിപ്പ് 100 രൂപ അഡ്മിഷൻ ഫീയും 1000 രൂപ ലൈഫ് മെമ്പർഷിപ്പിൻ്റെ ഫീയാണ്. പിന്നെ പ്രതിമാസം വർഷമൊന്നും നമ്മൾ ഒരു തുകയും വാങ്ങുന്നില്ല. ആ 1100 രൂപയാണ് ആകെ വാങ്ങുന്നത് ഒരു കുട്ടിയുടെ. അത് അലൂമിനി അംഗത്വത്തിനുള്ളതാണ്. അലൂമിനി അസോസിയേഷൻ നിയമാവലി അനുസരിച്ച് പ്രവർത്തിക്കുന്ന രജിസ്റ്റേർഡ് സംഘടനയാണ്. ആ ഭരണസമിതിയുടെ കാലാവധി 2 വർഷമാണ്. അപ്പോൾ 2ാം വർഷം 2 വർഷം പൂർത്തിയാകുമ്പോൾ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തീരുമാനിക്കും. ആ അലൂമിനി മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ID കാർഡ് ഉണ്ടാവും. അവർക്കായിരിക്കും പൊതുയോഗത്തിൽ പങ്കെടുക്കുവാനും വോട്ടവകാശവും അതുപോലെ കമ്മിറ്റിയിൽ വരാനും അർഹത ഉണ്ടായിരിക്കുന്നത് അലൂമിനി അംഗത്വം എടുക്കുന്നവർക്കാണ്. അപ്പോൾ അലൂമിനി അംഗത്വം എടുക്കുന്നതിനാണ് 1100 രൂപ വാങ്ങുന്നത്. അലൂമിനി അംഗത്വം എടുക്കാത്തവർക്കും സ്മൃതിപർവത്തിൽ പങ്കെടുക്കാം. അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കോളിൽ വന്നത്. ഇത് 2-2. അപ്പോൾ അലൂമിനി അംഗത്വം എടുത്തു കഴിഞ്ഞാൽ ഈ ഏപ്രിൽ പരിപാടി കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകാനുള്ളതല്ല. തുടർച്ചയായ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നടപ്പാക്കാൻ പോവുകയാണ്. 2024 ഏപ്രിലിലെ ഈ സ്മൃതിപർവം പ്രോഗ്രാം കഴിഞ്ഞാൽ തുടർന്ന് ആ മറ്റ് പരിപാടികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു തുടർ പ്രവർത്തനമാണ്. ആ തുടർ പ്രവർത്തനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ, അതിൻ്റെ ഭാഗമാകാനും വേണ്ടിയിട്ടാണ് എല്ലാവരോടും അലൂമിനിയുടെ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഓർക്കുക, എല്ലാവർക്കും സ്മൃതിപർവം പരിപാടി പങ്കെടുക്കാം. അലൂമിനി മെമ്പർഷിപ്പിനാണ് പൈസ വാങ്ങുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം, അലൂമിനി അംഗത്വം എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. എല്ലാവരും എടുക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലോഗോ പ്രകാശനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഗൂഗിൾ ഫോമിൻ്റെ ഉദ്ഘാടനം KK നായർ സാറിൻ്റെ മകൻ ഗോപിനാഥകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം അടുത്ത ആഴ്ച നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ആ 2 ദിവസത്തെ രാവും പകലും നടക്കുന്ന പരിപാടികളിൽ പ്രമുഖരായ സാഹിത്യകാരന്മാരും സിനിമാ പ്രവർത്തകരും എല്ലാവരും പങ്കെടുക്കും. ആ സ്പോർട്സിലും ആർട്സിലും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ആ പരിപാടികൾ മുഴുവൻ പങ്കെടുക്കുന്നത്. പുറത്തു നിന്നുള്ള ഒരു പരിപാടിയുമില്ല. നമ്മുടെ വിദ്യാർത്ഥികൾ മാത്രം അവതരിപ്പിക്കുന്ന കായിക പരിപാടികളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ വിളിക്കുക. അതിനൊരു വ്യക്തമായ മറുപടി തരുന്നതാണ്. നന്ദി, നമസ്കാരം.